ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ CS റാങ്കിലെ ഏതാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കിൽ കോംബോ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് CS റാങ്കിൽ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കിൽ കോംബോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മീൻസ് ഒരു ആക്റ്റീവ് സ്കിൽ അതുപോലെ തന്നെ 3 നോർമൽ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉള്ള കോംബോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ സ്കിൽ കോംബോ ആണ്. എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ നോർമൽ സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ നമ്മൾ ആദ്യത്തെ നോർമൽ സ്കില്ലിൽ നമ്മൾ CS റാങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയുക നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്, ഈ ഒരു പുള്ളിക്കാരനെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പുള്ളിക്കാരനൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്കല്ല നമ്മുടെ ടീമേറ്റിന് വളരെ ഉപകാരപ്പെട്ടൊരു ക്യാരക്ടർ സ്കിൽ കോംബോ ആണ് ഫസ്റ്റ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ടീമേറ്റിനെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവന്മാരെ 4 സെക്കൻഡുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. 4 സെക്കൻഡൊന്നും വേണ്ട, കുറച്ച് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു പുള്ളിക്കാരനെ വെച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ കീഴിലുള്ള ക്യാരക്ടർ സ്കില്ലാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്ക് നമ്മൾ ഒന്നാമത്തെ നോർമൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മൾ അടുത്ത നോർമൽ സ്കിൽ ക്യാരക്ടറിൻ്റെ കോംബോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ സ്കിൽ കോംബോ നോക്കുകയാണെങ്കിൽ നമ്മളെ മൊക്കോ ക്യാരക്ടർ സ്കില്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ എനിമീനെ സ്പോട്ട് ചെയ്തതിനാൽ ആ എനിമിക്ക് നമ്മളൊരു ബുള്ളറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിമിയുടെ തലയുടെ മേലായിട്ട് ഒരു ചിഹ്നം കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളൊക്കെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതിൻ്റെ ഉപകാരങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മൊക്കോൻ്റെ ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത് മീൻസ് നമ്മുടെ എനിമീനെ സ്പോട്ട് ചെയ്ത് നമുക്ക് ആ എനിമിക്ക് ഒരു ബുള്ളറ്റിട്ട് കൊടുത്താൽ നമ്മൾ ആ തലേൻ്റെ മേലെ ആ ഒരു പുള്ളിക്കാരൻ്റെ എയിം കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടീമേറ്റ്സിനെ റഷ് ചെയ്ത് പോയിട്ട് നമുക്ക് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാരക്ടർ സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ഉപയോഗിക്കുന്നതാണ്. കാരണം വെച്ചാൽ നമുക്ക് എനിമീസിനെ പെട്ടെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ടീമേറ്റിന്. അപ്പോൾ അവന്മാർക്ക് നമുക്ക് പെട്ടെന്ന് എല്ലാവരും സ്പോട്ടിൽ നമുക്ക് പെട്ടെന്ന് എനിമീസിൻ്റെ കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കളിയൊക്കെ പെട്ടെന്ന് വിജയിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കിൽ കോംബോയിൽ പെട്ടാണ് നമ്മുടെ മൊക്കോൻ്റെ ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കിൽ കോംബോ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ സ്കിൽ കോംബോ നോക്കുന്നതിൽ നോർമൽ സ്കിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ക്യാരക്ടർ സ്കില്ലാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. മിഗായലാണ്. മിഗായൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ സ്കില്ലാണ്. വേറെ ഒന്നും നല്ലൊരു പുള്ളിക്കാരൻ്റെ എബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. വേറെ നമ്മളൊരു എനിമീനെ നോക്കിട്ടീനെ നമുക്ക് പെട്ടെന്ന് തന്നെ EP കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറത്തറ 200 GB EP ഉള്ള 200 EP കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരതിക്ക് EP കാര്യങ്ങൾ കൂട്ടിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഹെൽത്തും കാര്യങ്ങളും കൂടാൻ ചാൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഉപകാരം കൂടി ഉണ്ട്. ഞാൻ അടുത്ത ക്യാരക്ടർ സ്കില്ല് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ക്യാരക്ടർ സ്കില്ല് വേറെ ഏതും നമ്മുടെ മെയിനായിട്ട് ആക്റ്റീവ് സ്കില്ലിന് ഇപ്പോൾ ഏതാണെന്ന് എല്ലാവർക്കുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആക്റ്റീവ് സ്കില്ല് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അവസാനത്തെ മീൻസ് നമ്മളെ ആക്റ്റീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ നമ്മൾ ഒറിയോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നമുക്കൊരു EP ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എനിമീസിനെ ഡാമേജ് കാര്യങ്ങളും കൊടുക്കാനും പറ്റും. അവന്മാർക്ക് നമ്മൾ അടിക്കാനും പറ്റാത്ത അടിപൊളി കിട്ടില്ല ഒരു ക്യാരക്ടർ സ്കിൽ കോംബോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ക്യാരക്ടർ സ്കില്ലാണ് ഈ ഒരു ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ ബെസ്റ്റായിട്ട് ഞാൻ ആക്റ്റീവ് സ്കില്ല് ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ്. നമ്മുടെ CS റാങ്കിൽ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കില്ല് നമ്മൾ ഒറിയോൺ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആക്റ്റീവ് സ്കില്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറുകളുടെയൊക്കെ ഉപകാരം എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്, അതൊക്കെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഉപകാരങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോക്കല്ല, ഞാനല്ല എൻ്റെ ടീമേറ്റ് നോക്കായിരുന്നു. അപ്പോൾ അവന് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് റിവൈവ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അവൻ എത്ര പെട്ടെന്ന് റിവൈവ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അവനെ പെട്ടെന്ന് തന്നെ ഞാൻ റിവൈവ് കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടത്. അപ്പോൾ നമ്മളെ ദശ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കില്ല് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിമീസല്ല നമ്മുടെ ടീമേറ്റിനെ പെട്ടെന്ന് റിവൈവ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കില്ലിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. അപ്പോൾ നമുക്ക് നേരം അടുത്ത ക്യാരക്ടറുകളുടെയൊക്കെ ഉപകാരങ്ങൾ എന്താ നോക്കാം. അപ്പോൾ നമ്മളെല്ലാ ക്യാരക്ടർ സ്കില്ലിൻ്റെയും ഉപകാരം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ അവിടെ ഒരു തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാരന് ഇപ്പോൾ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് തലൻ്റെ മേലായിട്ടൊരു പച്ചക്കുത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് അവന്മാരെ സ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമേറ്റ്സിന് ഉപകാരമാണ്, നമുക്ക് ഉപകാരമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എനിമിനെ നോക്കിയിട്ടപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണണം നേരത്തെ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് EP അത്ര ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എനിമിനെ നോക്കിയിട്ട് എനിക്ക് EP എനിക്ക് പെട്ടെന്ന് തന്നെ ഫുള്ളായി ഞാൻ പെട്ടെന്ന് ഒറിയോൺ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു എനിമിക്കാണ് എന്നെ പെട്ടെന്ന് അടിക്കാനും പറ്റില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ടീമിനെ റിവൈവ് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാതും പെട്ടെന്ന് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ സ്ക്രീനിൽ നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് മൊത്തം നേരത്തെ ചുവ കണ്ടില്ല നിങ്ങൾക്ക് മനസ്സിലാകുക. ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ സ്ക്രീനിൽ കണ്ട പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ സ്കില്ലിൻ്റെയൊക്കെ ഉപകാരങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് കളിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് കളി നല്ല ഇമ്പ്രൂവ് കാര്യങ്ങൾ കാട്ടാനും പറ്റും. നിങ്ങൾ നല്ല രീതിക്ക് കില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ CS റാങ്കിൽ വിജയിക്കാൻ പറ്റിയ അടിപൊളി ക്യാരക്ടർ സ്കില്ലിൻ്റെ കോംബോ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും
ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇതിനെ പറ്റിയുള്ള വീഡിയോസ് വേണിച്ചാൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.